ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഷുട്ടു ആൻഡ് മമ്മ. അപ്പോൾ ഇത് രാവിലെ തന്നെ നമുക്കിന്ന് നല്ല അടിപൊളി ചപ്പാത്തിയും കറിയായിരുന്നു ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് അമ്മ. ഞാൻ ഷുട്ടുവിനെ പതുക്കെ ഉറക്കി കിടത്തിയിട്ടാണ് എണീച്ച് വന്നത്. പക്ഷേ ഇവളെങ്ങനെയാണ് ഞാൻ എണീക്കുന്നത് ഇങ്ങനെ ഇത്ര കറക്റ്റായിട്ട് മനസ്സിലാക്കുന്നതെന്ന് അറിയില്ല. ഞാൻ എണീച്ച് ഒരു 5 മിനിറ്റ് മാക്സിമം കഴിയുമ്പോഴേക്കും ആളിതാ എണീച്ച് വരും. പിന്നെ ഇത് തന്നെയാണ് പരിപാടി. ബാക്കി എല്ലാ പരിപാടിയും ഞാൻ അവൾ എടുത്തുകൊണ്ട് ഇങ്ങനെ ചെയ്യേണ്ടി വരും. അപ്പോൾ അത് വലിയ ടാസ്ക്കാണിപ്പോൾ. ആൾക്കിപ്പം നടക്കാനൊക്കെ ഭയങ്കര മടിയാണ്. ഇങ്ങനെ എടുത്തുകൊണ്ട് നടന്ന അത്രയും സന്തോഷം. നമ്മുടെ പൊന്നേ നല്ലപോലെ നമുക്കിന്ന് രാവിലെ തന്നെ ചപ്പാത്തി കേട്ടോ. അപ്പോൾ ചപ്പാത്തിയെല്ലാം ആക്കി കഴിഞ്ഞു. ഞാനൊന്ന് ഫ്രഷ് ആകാൻ വേണ്ടിയിട്ട് മേലെ വന്നതാണ്. ഇനിയിപ്പോൾ ഒന്ന് സ്കിൻ കെയറും പരിപാടിയൊക്കെ ചെയ്യണം. ഇന്ന് പ്രത്യേകിച്ച് ഒരു പരിപാടിയില്ല. എൻ്റെ പണിയൊക്കെ ഞാൻ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനിപ്പോൾ അപ്ലോഡ് ചെയ്യേണ്ട പരിപാടിയേ ഉള്ളൂ. നമുക്ക് ഇന്ന് ഈവനിങ് ഒരു കല്യാണത്തിന് പോകാനുണ്ട്. അതൊക്കെയാണ് ഇന്നത്തെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങൾ. എന്നാലും ഞാൻ കാണിച്ചു തരാം. ഈ കപ്പ നല്ല കുട്ടിയിൽ കണ്ണിൻ്റെ അടുക്കുന്ന അങ്ങോട്ടാക്കും മുട്ടി ബാ ചിറ്റ് വാ താഴെ ഇറങ്ങും. അങ്ങനെ ഇതാ നമുക്ക് ബാജിക്കറി ആയിരുന്നു ചപ്പാത്തിക്ക് ഉണ്ടായിരുന്നത്. പക്ഷേ ഇന്നലെ നമ്മൾ വാങ്ങിച്ച അൽഫാം കുറച്ച് ബാക്കിയുണ്ടായിരുന്നു. അപ്പോൾ അമ്മ ഇങ്ങനെ തട്ടിക്കൂട്ട് ഒരു കിഡിലെന്നെ നമ്മൾ നല്ല ക്യാപ്സിക്കം ഉള്ളിയൊക്കെ ഇട്ടിട്ട് ഒരു അടിപൊളി സംഭവം ഉണ്ടാക്കി. ഭയങ്കര ടേസ്റ്റ് ഉണ്ടായിരുന്നു. അൽഫാമിനേക്കാൾ അടിപൊളിയായിരുന്നു. അപ്പോൾ ഇതാ ഫുഡൊക്കെ കഴിച്ചാൽ എന്താ ആളിറങ്ങിയിട്ടുണ്ട്. ഇത് ഞാനൊരു വീക്കെൻഡ് അല്ല ഒരു ഹോളിഡേൻ്റെ ദിവസം എടുത്ത ഒരു വീഡിയോ ആയിരുന്നു. അപ്പോൾ എല്ലാവരും വീട്ടിൽ തന്നെ ഉള്ളതുകൊണ്ട് ആളിതാ കളിക്കാൻ വേണ്ടി പോയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ കുറച്ച് പരിപാടി തീർക്കാമെന്ന് ചോദിച്ചു. ഇന്ന് എല്ലാവർക്കും ലീവ് ആയതുകൊണ്ട് കുട്ടികളെല്ലാവരും താഴെ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ ഷുട്ടൂപ്പി ഇപ്പോൾ കളിക്കാൻ പോയിട്ടുണ്ട്. എനിക്ക് കുറച്ച് തുണിയൊക്കെ റെഡിയാക്കി മടക്കി വെക്കാനുണ്ട്. ആ പരിപാടി ചെയ്യട്ടെ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എൻ്റെ ജോലിയെല്ലാം നേരത്തെ തീർത്ത് വെച്ചുകൊണ്ട് ഇന്ന് അങ്ങനെ പണിയും കാര്യങ്ങളൊന്നുമില്ല. പല്ലറ ചില്ലറ പണിയില്ല, ഞാൻ പെട്ടെന്ന് തീർക്കാമെന്ന് വെച്ചു ഷുട്ടു വരുമ്പോഴേക്കും. എല്ലാ ദിവസവും പിള്ളേർ ഇങ്ങോട്ട് വരിക ചെയ്യൽ. അപ്പോൾ ഇന്ന് എല്ലാവരും വർക്കിന് പോകുന്ന ആൾക്കാരാണ്. അപ്പോൾ എന്തായാലും ആരും ഉണ്ടാവില്ല. സോ ഇന്ന് വീക്കെൻഡ് അല്ല ഹോളിഡേ ആയതുകൊണ്ട് തന്നെ എല്ലാവരും അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അവർ വിളിച്ചപ്പോൾ പിന്നെ ഞാനങ്ങ് വിട്ടു. അവിടുന്ന് കുറച്ച് സമയം കളിക്കുമ്പോഴേക്കും എൻ്റെ ഒരു അലർച്ചിയുള്ള പണിയൊക്കെ ഒന്ന് തീർത്ത് വെക്കാമെന്ന് ചോദിച്ചു. ഇതൊക്കെ ഞാൻ ഇന്നലെ വാഷ് ചെയ്തിപ്പം ഉണക്കി ഇവിടെ തിരിച്ചിട്ടിട്ടുണ്ടായിരുന്ന ഡ്രസ്സും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അതെല്ലാം ഒന്ന് എടുത്തു വെക്കണം. നമ്മളെല്ലാം ഉണങ്ങിക്കഴിഞ്ഞാൽ ഈ കട്ടിലിൻ്റെ മേലെ അങ്ങ് എടുത്തിടും. അവിടെ നിന്നാണ് എല്ലാം മടക്കി ഓരോ സെക്ഷനായിട്ട് ഓരോ റൂമിലേക്ക് കൊണ്ടുപോവുക, ഞാനും മമ്മിയും എല്ലാവരും. അപ്പോൾ അങ്ങനെ അതൊക്കെ പെട്ടെന്ന് തീർത്ത് വെക്കാമെന്ന് വിചാരിച്ചു. പിന്നെ നമുക്ക് ഇന്ന് ഗീ റൈസും അതുപോലെ തന്നെ ചിക്കൻ കറിയാണ് നമ്മൾക്ക് ഉണ്ടായിരുന്നത്. അപ്പോൾ ആ പരിപാടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. സോ ഇതെല്ലാം വേഗം തീർക്കാമെന്ന് ചോദിച്ചു. പിന്നെ എനിക്ക് കുറച്ച് പ്രോഡക്റ്റ് ഷൂട്ടും കാര്യങ്ങളും എടുത്തു വെക്കാനുണ്ട്. നമ്മൾ ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് സ്ഥലം നിങ്ങളാരും അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത്. നമ്മുടെ ഡ്യുവൽ കവറിൻ്റെ സാധനങ്ങളും സംഭവങ്ങളും നമ്മുടെ പെട്ടിയും കാര്യങ്ങളും എല്ലാം സൈഡാക്കി വെക്കുന്ന ഒരു കോർണറായത്. അപ്പോൾ അവിടെ നിന്നാണ് എൻ്റെ അത്യാവശ്യമുള്ള ഫോട്ടോഷൂട്ടും കാര്യങ്ങളും ഇതൊക്കെ നടക്കുന്നത്. നമ്മൾ അയൺ ടേബിൾ ഉണ്ടല്ലോ അതിൻ്റെ മേലെ നിന്നാണ് ചെയ്യുക. അവിടെ ആകുമ്പം കുറച്ചും കൂടെ കൺവീനിയൻ്റ് ആണ്, നമുക്ക് നിന്ന് ചെയ്യാം. അധികം ബാക്ക് പെയിനും കാര്യങ്ങളൊന്നും എടുക്കില്ല. ഒറ്റ സ്ട്രെച്ചിൽ കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു വെക്കുന്നുണ്ടേ ഇങ്ങനൊരു ഹൈ ആയിട്ടുള്ള ഒരു സ്ഥലം മസ്റ്റാണ് നമ്മളെപ്പോലത്തെ ചെറിയ ബിസിനസ് ചെയ്യുന്ന ആൾക്കാർക്ക്. സ്റ്റുഡിയോയും കാര്യമൊന്നും ഇല്ലല്ലോ. അപ്പോൾ അങ്ങനെ അതൊക്കെ അവൾ വരുമ്പോഴേക്കും ഒന്ന് പെട്ടെന്ന് ഞാൻ തീർത്ത് വെക്കാമെന്ന് വിചാരിച്ചു. കുറച്ച് റീസ്റ്റോക്കൊക്കെ വന്ന ഐറ്റംസ് ഉണ്ടായിരുന്നു. നമുക്കിന്ന് നല്ല അടിപൊളി നെയ്ച്ചോറും അതുപോലെ തന്നെ ചിക്കൻ കറിയാണ് ലഞ്ചിന്. അപ്പോൾ അതിങ്ങനെ ചൂടായിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ കുടിക്കാനുള്ള വെള്ളം
കളിക്കാൻ പോയി വരുമ്പം തന്നെ ഷുട്ടു ശിവേനയും കൂട്ടി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വന്ന് അവളെ ഒന്ന് കുളിപ്പിച്ച് സെറ്റാക്കി. പിന്നെ അവർ രണ്ടാളും കൂടെ കുറച്ച് സമയം കളിച്ചു. അത് കഴിഞ്ഞ് പിന്നെ അവൾ പോയപ്പോൾ നമ്മൾ ലഞ്ചിൻ്റെ പരിപാടിയിലേക്ക് നോക്കി. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ഒരു കിടിലൻ ലഞ്ച്. അച്ചാർ നമ്മുടെ ഹോം മെയ്ഡാണ്. അതിൻ്റെ വീഡിയോ ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. കാണാത്ത ആൾക്കാരാണെങ്കിൽ എന്തായാലും കാണുക. അത് കഴിഞ്ഞ് ഞാൻ ഷൂട്ടിന് കുറച്ച് സമയം ഒന്ന് ഉറക്കാമെന്ന് വിചാരിച്ചു. കാരണം ഈവനിങ് നമ്മൾ കല്യാണത്തിന് പോകാനായിരുന്നു പ്ലാന്. അതുകൊണ്ട് തന്നെ അവൾ ഉറങ്ങുന്ന ടൈമിൽ ഞാൻ പെട്ടെന്ന് എണീച്ച് എൻ്റെ കുളിയൊക്കെ കഴിച്ചു. കാരണം അവൾ എണീച്ച് കഴിഞ്ഞാൽ പിന്നെ കുറച്ച് സമയം എന്തായാലും അവൾ എടുത്ത് നടക്കേണ്ടിയൊക്കെ വരും. അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് തന്നെ എൻ്റെ കുളിയൊക്കെ ഫിനിഷാക്കി. പിന്നെ നോക്കിയാ നമ്മൾ ഇന്നത്തെ പ്ലാന് ജസ്റ്റ് ഒന്ന് ചെറുതായിട്ട് മാറി. എല്ലാവർക്കും ഭയങ്കര മടിയായിരുന്നു. കല്യാണത്തിന് പോകുന്നില്ല ഗൈസ് അല്ലേ? ചുട്ടുപ്പ് എണീച്ച് ചുട്ടുക്ക് പാലൂക്കും. കല്യാണത്തിന് പോകുന്നില്ല എന്ന് ഡിസൈഡ് ചെയ്തുകൊണ്ട് തന്നെ ഡിന്നറിന് വേണ്ടിയിട്ട് നമ്മൾ നല്ല അടിപൊളി ചക്ക പുഴുങ്ങാന്ന് വിചാരിച്ചു. ഇത് അച്ഛനും അമ്മമ്മി വരുന്ന അങ്ങ് പോയിട്ട് കൂട്ടിയിട്ട് വരുമ്പോൾ അമ്മ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അവിടെ നിന്ന്. അപ്പോൾ അടിപൊളി ചക്കയാണ്. അപ്പോൾ നമ്മൾ പിന്നെ അധികം വേസ്റ്റ് ചെയ്യേണ്ട ടൈം എന്ന് വെച്ച് അങ്ങ് റെഡിയാക്കാമെന്ന് വിചാരിച്ചു. ചക്ക പുഴുങ്ങാനൊക്കെ പിന്നെ ആസ് യൂഷ്വൽ എല്ലാവർക്കും അറിയായിരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. എന്നാലും നമ്മളിവിടെ ഇങ്ങനെ ചെയ്യുക. അമ്മ ദാ ഫുള്ളായിട്ട് കുക്കറിലിട്ടിട്ടുണ്ട്. പിന്നെ ഉപ്പ്, മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി ഇട്ടിട്ട് നമ്മൾ വിസിൽ വെച്ചിട്ട് വേപ്പിക്കും. വിസിൽ നമ്മൾ ഓരോ ചക്കേൻ്റെയും ഉപ്പ് പോലെ ഇരിക്കും നമ്മൾ വിസിൽ വെച്ചിട്ട് വേപ്പിക്കുന്നത്. നമ്മളെന്തായാലും ഒരു 3-4 വിസിലിന് വെന്ത് കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇത് അമ്മ ആവശ്യത്തിനുള്ള വെള്ളമൊക്കെ ഒഴിച്ച് പിന്നെ ഇപ്പോൾ ചക്ക അടുപ്പത്ത് വെക്കും. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ പോയിട്ട് വിളക്കൊക്കെ കത്തിച്ചിട്ട് വന്നു. അമ്മേൻ്റെ കുളി കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. മേലെ പോവാം. അച്ഛമ്മ കുളിച്ചില്ല, നമുക്ക് മാറ്റേ. ഇന്നെന്താ തിന്നേ? അപ്പോൾ ചക്ക ആക്കുന്നതിന് അടുക്ക് നമ്മൾ പെട്ടെന്നൊന്ന് റെഡിയായി. ചെറിയൊരു ഗ്രോസറി ഷോപ്പിംഗ് കാര്യങ്ങളുണ്ട്. നമ്മളെ കിച്ചൺ ഡിഷും കാര്യങ്ങളൊക്കെ തീർന്നിട്ടുള്ളത്. അപ്പോൾ അതൊന്ന് പെട്ടെന്ന് പോയിട്ട് വാങ്ങിയിട്ടൊക്കെ വരാമെന്ന് ചോദിച്ചു. അപ്പോൾ എന്തായാലും നമ്മൾ പോകുന്ന വഴിക്ക് കാണും. മുളക്, ചെറിയ ഉള്ളി, വെളുത്തുള്ളി, തേങ്ങ, കരിവേപ്പില ലാസ്റ്റ് ഇതെല്ലാം കൂടി ചതുക്കിയിട്ട് ഞാൻ എഡിറ്റ് ചെയ്യുന്നതിൻ്റെ ഇടയിലാണ് നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിൽ നമ്മളൊരു പാട്ട് കേട്ടത്. അപ്പോൾ എനിക്ക് കോപ്പിറൈറ്റ് കിട്ടുന്നതുകൊണ്ട് ഞാൻ എപ്പോൾ തന്നെ വോയിസ് ഓവർ ചെയ്യാമെന്ന് വിചാരിച്ചു. നമ്മൾ ചെറിയുള്ളി, പിന്നെ വെളുത്തുള്ളി, നമ്മുടെ തേങ്ങ അതൊക്കെ ഒന്ന് മിക്സിയിലൊന്ന് ജസ്റ്റ് ഒന്ന് ചതുക്കിയെടുത്തതിന് ശേഷം നമ്മൾ ഡയറക്റ്റ് നമ്മുടെ ചക്കയിലേക്ക് ചേർത്ത് കൊടുക്കും. പച്ചമുളകും ഉണ്ട് കേട്ടോ. പിന്നെ ലാസ്റ്റ് നമ്മൾ കറിവേപ്പിലയും കൂടെ ഒന്ന് മിക്സാക്കി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കിടിലനായിട്ട് ചക്ക റെഡി ആയിട്ടുണ്ട്. ഭയങ്കര ടേസ്റ്റായിരുന്നു. യമ്മിയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഞാൻ ഈ തൈറോയിഡിക് പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഇങ്ങനത്തെ സാധനങ്ങൾ അധികം കഴിക്കാറില്ല. കുറച്ച് മാത്രമേ കഴിക്കാറുള്ളൂ, വല്ലപ്പോഴും. അപ്പോൾ ഇന്ന് കുറേയായി ചക്ക തിന്നിട്ട്, അതുകൊണ്ട് നമ്മൾ ഡിന്നറിന് ചക്ക തന്നെ കഴിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മളിതാ പുറത്തേക്ക് ഇറങ്ങി ഒന്ന്. ഇതൊരു ഹോളിഡേ ആണ് ഞാൻ പറഞ്ഞില്ലേ. പിന്നെ നമുക്ക് ഫുൾ ഓൺ വർക്കിംഗ് ഡേയ്സ് ആയതുകൊണ്ട് നമ്മൾ കുറച്ചൊന്ന് ചില്ല് ചെയ്ത് പുറത്ത് പോയിട്ട് വരാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ പോകുന്ന വഴി നമ്മൾ സ്ഥിരം സ്പോട്ടിൽ നിർത്തിയിട്ട് ചായ കുടിക്കാമെന്ന് ചോദിച്ചു. വേറെ നമുക്ക് ഡിന്നറിന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചക്കയുണ്ടല്ലോ, അതുകൊണ്ട് വേറൊന്നും കഴിക്കാനും നിന്നില്ല. ചായ കുടിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. അതിൻ്റെ ഇടയ്ക്ക് ആൾ എൻ്റെ വായി പൊള്ളിയെന്ന് ചോദിച്ച് എനിക്ക് ഊതി തന്നതാണ് അവൾ. ആർക്കും മനസ്സിലായില്ലല്ലോ അല്ലേ. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ നേരെ ഗാലക്സിയിലേക്ക് വിട്ടു. അവിടുന്ന് വളരെ കുറച്ച് സാധനങ്ങളെ വാങ്ങിക്കാനുള്ളൂ. പുറത്തിറങ്ങിയ സ്ഥിതിക്ക് എന്തായാലും പോയിട്ട് വരാമെന്ന് വിചാരിച്ചതാണ്. അതിനെന്താ നമ്മൾ ഗാലക്സിയിലെത്തിയിട്ടുണ്ട്. കണ്ടോ, നോക്കണേ, വണ്ടി നോക്കണേ. അമ്മേനോട് വിളിച്ചോ. ഗാലക്സിയിലെ പരിപാടി കഴിഞ്ഞ് നമ്മൾ നേരെ പോയിട്ടുണ്ടായിരുന്ന ലെൻസ് കാർട്ടിലേക്കായിരുന്നു. വേറെ ഒന്നല്ല, കുറേ ആയി വിചാരിക്കുന്നു ഷുട്ടൂനൊരു സൺഗ്ലാസ് വാങ്ങിക്കണമെന്ന്. നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ട്രാവലൊക്കെ ചെയ്യുമ്പോൾ ആൾക്കൊരു സൺഗ്ലാസ് അത്യാവശ്യമാണെന്ന് തോന്നി. സോ അങ്ങനെ അത് വാങ്ങിക്കാൻ വേണ്ടി കയറി. നോക്കട്ടെ, ഇനി നോക്കാം. അമ്മനെ നോക്കി ഇതെടുക്കല്ലേ. അങ്ങനെ നമ്മുടെ പർച്ചേസും കാര്യങ്ങളും ഒക്കെ ഫിനിഷായി. നമ്മൾ നേരെ വീട്ടിലേക്ക് പോകാമെന്ന് വെച്ചു. വേറെ എവിടെയും നിൽക്കുന്നൊന്നുമില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് നമ്മുടെ ചക്ക അവിടെ വെയിറ്റിംഗ് ആയതുകൊണ്ട് ഡയറക്റ്റ് വീട്ടിൽ പോയിട്ട് പിന്നെ ഇനി ഡിന്നർ കഴിക്കണം. അങ്ങനെ അത്യാവശ്യം കുറച്ച് ബ്ലോക്കൊക്കെ ഉണ്ടായിരുന്നു. പോകുന്ന വഴി നമ്മുടെ മനോജാറിൻ്റെ വീട്ടിൽ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ഡിന്നർ എന്ന് പറയുന്നത്. നമ്മുടെ ഉച്ചക്കത്തെ ചിക്കൻ കറി ഉണ്ട്, ചമ്മന്തി ഉണ്ട്, അച്ചാറുണ്ട്. അച്ചാറും ചക്കയും കിട്ടിലൻ കോമ്പിനേഷനാണ് ഗൈസ്. നിങ്ങൾ കഴിക്കാത്ത ആൾക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം.
ഭയങ്കര ടേസ്റ്റാണ്. അത് ഏത് അച്ചാറാണെങ്കിലും. പക്ഷേ കുറച്ചും കൂടി നല്ലത് നമ്മുടെ നാരങ്ങ അച്ചാറാണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അങ്ങനെ ഡിന്നറും പരിപാടിയൊക്കെ കഴിഞ്ഞതാ നമ്മൾ നേരെ മേലെ എത്തി. ഇതാണ് ആളുടെ മേലത്തെ കളിപ്പാട്ടങ്ങളും സാധനങ്ങളും. അല്ല മൊത്തം നിരത്തിയിടും ഒരു 12 മണി വരെയൊക്കെ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഉറങ്ങാനാകുമ്പോഴേക്കും എടുത്തു വെക്കും. അപ്പോൾ ഇന്നത്തെ നമ്മുടെ കുട്ടി കുട്ടി വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. എല്ലാവരും അതുകൊണ്ട് പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു അവർ ചാനൽ. അടുത്തൊരു അടിപൊളി ഫാമിലി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ടാറ്റ, ബൈ ബൈ ആൻഡ് ഗുഡ് നൈറ്റ്.